Good morning. Good morning, ma'am. Welcome. Happy New Year. Happy New Year, ma'am. Happy New Year, ma'am. ഇത്ര പേരുള്ളോ? വളരെ കുറവാണല്ലോ നമ്പർ. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തേ? ഒരു 5 പോയിന്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കഴിഞ്ഞ് നമ്മൾ കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞത് അല്ലെ? ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയിൽ ഒരു 5 പോയിന്റ്സ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ആ ഒരു 5 നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ഭാഗത്തേക്ക് പോവാം. ഈ ഒരു 13 കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങുന്നു മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ ഒരു ചാപ്റ്റർ ഇത്തിരി കുറച്ചുകൂടി ഉണ്ട് നമുക്ക് ബാക്കി. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? നോൺ ക്ലിനിക്കൽ സർവീസുകളായിട്ടുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അതുപോലെ തന്നെ ഏതൊക്കെയായിരുന്നു വരുന്നത്? സെക്യൂരിറ്റി, ഡയറ്റ് മുതലായവയുടെയൊക്കെ ഒരു നല്ല ക്വാളിറ്റി അല്ലെ, നല്ല ഗുണനിലവാരം ഈ പറയുന്ന മേഖലകളിൽ കൂടി എന്താണ് എൻഷുർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് പറഞ്ഞത്. രണ്ടാമതായി പറഞ്ഞത് OPD ഏരിയകള്, വാർഡ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, പേഷ്യൻസിന് കൊടുക്കുന്ന അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഫെസിലിറ്റികള്, ഔട്ട്സോഴ്സ്ഡ് സർവീസുകള് മുതലായവയുടെയൊക്കെ ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തുക. മൂന്നാമതായി പറഞ്ഞത് ഒരു പീരിയോഡിക്കൽ ഇവാലുവേഷൻ, ആനുകാലികമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തുക. എന്താണ്? ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്, അത് ക്വാളിറ്റി ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയും അത് ആ സ്റ്റാൻഡേർഡ് സ്കോറുകളിലേക്ക് അവിടുത്തെ ഫെസിലിറ്റികൾ എത്തിച്ചേരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് ആണ് പറഞ്ഞത് അല്ലെ? എന്താണ് പ്രധാനമായിട്ടും ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാല് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുകയും അതിൽ നിന്നും അവിടുത്തെ അഭാവം, എന്തൊക്കെ കാര്യങ്ങളിലാണ് അവിടെ ഗുണനിലവാരത്തിലുള്ള അഭാവം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് ക്വാളിറ്റിയിലുള്ള ന്യൂനതകൾ അല്ലെങ്കിൽ കുറവുകൾ അല്ലെങ്കിൽ അഭാവങ്ങൾ ഉള്ളത്, ആ മേഖലകളെ കണ്ടെത്തി അതെന്ത് ചെയ്യുക? മെച്ചപ്പെടുത്തണം അല്ലെ? അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കേണ്ടത് അത് നടപ്പിലാക്കേണ്ടതും ആരാണ്? എന്താണ്? അവിടെ ഒരു സൂപ്പർവിഷൻ ഓഫ് ദ ഇൻചാർജ് ആണ്. അവിടെയുള്ള ഹോസ്പിറ്റലിലെ ആരാണോ ഇൻചാർജ് ആയിട്ടുള്ള ആളുകള് അവരുടെ മേൽനോട്ടത്തിൽ ഈ പറയുന്ന ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുക, അതിനനുസരിച്ച് അത് നടപ്പിലാക്കുക, അത് കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലുകൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുക. അഞ്ചാമതായി നമ്മൾ പറഞ്ഞത് ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റികൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യേണ്ടതും ഒരു ക്വാളിറ്റി മാനേജറാണ്. നെക്സ്റ്റ് തുടങ്ങിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പുതിയതായിട്ടൊരു 6th തുടങ്ങിയാണ് നോക്കുന്നത്. നോക്കിയേ 6th വൺ, ensuring that the hospital meets all regulatory compliances like BMW. എന്താണ് BMW? എന്താണ് BMW? പഠിച്ച കാര്യങ്ങളാണല്ലോ. എന്താണ് BMW? ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെ? ബയോമെഡിക്കൽ വേസ്റ്റ് അതുമായി ബന്ധപ്പെട്ട വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറെ ലൈസൻസ് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് സ്റ്റോറേജ് ലൈസൻസ്, ബ്ലഡ് ബാങ്കില് ബ്ലഡും മറ്റു കമ്പോണൻസും സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് സ്റ്റോറേജ് ലൈസൻസ് ആവശ്യമാണ്. ആൻഡ് AERB, എന്താണ് AERB? എന്താണ് AERB? എന്താണ് AERB? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അല്ലെ? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അപ്പൊ ഇങ്ങനെയുള്ള AERBയുടെയും റെഗുലേഷൻസ് അല്ലെങ്കിൽ റേഡിയേഷൻ ലൈസൻസുകൾ ഈ പറയുന്നവയിലൊക്കെ എന്താണ്? അവർക്കൊക്കെ അവരുടേതായ ലൈസൻസുകൾ, ഇപ്പൊ ഒരു ബ്ലഡ് ബാങ്ക് അതിന്റെ ബ്ലഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട ലൈസൻസ് വേണം, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ വേണം. ഈ പറയുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഓരോ വിഭാഗം അല്ലെങ്കിൽ ഓരോ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കണമെങ്കിലും റേഡിയേഷൻ ലൈസൻസുകൾ ആവശ്യമാണ്.
അപ്പൊ ഇങ്ങനെയുള്ള ലൈസൻസുകൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടനുബന്ധിച്ച് കുറെ നിയമങ്ങളും നിയന്ത്രണങ്ങളും അവർ വെച്ചിട്ടുണ്ടാവും അല്ലെ. ആ ലൈസൻസ് കൊടുക്കുന്നതോടൊപ്പം കുറെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഈ പറയുന്ന ഓരോ വിഭാഗവും പാലിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ നിയമങ്ങളും നിയന്ത്രണങ്ങളും കൃത്യമായ ഹോസ്പിറ്റലുകൾ അത് പാലിക്കുന്നുണ്ടോ, അതാണ് അവിടെ പറയുന്നത്. റെഗുലേറ്ററി കംപ്ലൈൻസസ് കൃത്യമായ ഈ പറയുന്ന നിയന്ത്രണങ്ങൾ ഈ പറയുന്ന ആശുപത്രികൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ensuring that the hospital meets all regulatory compliances. പറയുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളാവാം, ബ്ലഡ് ബാങ്ക് സ്റ്റോറേജ് ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങളാവാം, റേഡിയേഷൻ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങളാവാം. ഈ പറയുന്ന എല്ലാ രീതിയിലുമുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും കൃത്യമായിട്ട് ഹോസ്പിറ്റലുകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. Seventh one ആണ് keep a record of non-functional devices and timeline for its repair along with AMC for all equipments. എന്താണ് നോൺ ഫങ്ഷണൽ ഡിവൈസുകൾ? എന്താണ് പ്രവർത്തനരഹിതമായിട്ടുള്ള ഉപകരണങ്ങൾ. ഒരുപാട് ഉപകരണങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കാതെ ഹോസ്പിറ്റലിൽ ഇരിപ്പുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്യുക? AMC. എന്താണ് AMC എന്ന് പറഞ്ഞാൽ എഴുതി വെച്ച AMC ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. AMC എന്ന് പറയുന്നത് ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. ഇങ്ങനെയുള്ള ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റുകളിൽ ഉൾപ്പെടുത്തി ഈ ഉപകരണങ്ങള് ഒരു സമയബന്ധിതമായി എന്ത് ചെയ്യണം? റിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? പ്രവർത്തനക്ഷമമാക്കി നിലനിർത്തുക. അതാണ് കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ ഡിവൈസസ്. അവിടെ പ്രവർത്തനരഹിതമായിട്ടുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. അതുപോലെ ഇവയെല്ലാം ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവ ഒരു സമയബന്ധിതമായി ഇത് റിപ്പയർ ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുക. eighth one ആണ് പ്ലാനിംഗ് ആൻഡ് വർക്ക്ഔട്ട് മോഡാലിറ്റീസ് ടുവേർഡ്സ് upliftment, preventive maintenance of equipments and vehicles and modernization of hospital. എന്താണ് ആ ഒരു ഹോസ്പിറ്റലുകളുടെ അപ്ലിഫ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഉയർച്ച അല്ലെങ്കിൽ ഉന്നമനത്തിനായിട്ട് പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. എന്താ? പ്രതിരോധ അറ്റകുറ്റപ്പണികള് എക്യുപ്മെന്റ്സുകളുടെ ആവാം, വാഹനങ്ങളുടെ ആവാം. ഇവയുടെയൊക്കെ പ്രതിരോധ അറ്റകുറ്റപ്പണികൾ എന്ന് പറയുന്നത് അതൊരു എന്താണ് കംപ്ലൈന്റ് വന്നതിന് ശേഷമായിരിക്കരുത് അത് റിപ്പയർ ചെയ്യേണ്ടത്. അതിനു മുൻപ് കംപ്ലൈന്റുകൾ വരാതെ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രിവെന്റീവ് ആയിട്ട് പ്രതിരോധപരമായിട്ട് എന്ത് ചെയ്യുക? മുൻകരുതലോടുകൂടി ആവശ്യമായ മെയിന്റനൻസുകൾ ഒരു ഉപകരണങ്ങളായിക്കോട്ടെ വാഹനങ്ങളായിക്കോട്ടെ ഇത് ചെയ്ത് നിലനിർത്തുക. അതുപോലെ മോഡേണൈസേഷൻ ഓഫ് ദ ഹോസ്പിറ്റലുകളെ നവീകരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉന്നമനം അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് നയിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങളും അതാണ് മൊഡാലിറ്റീസ്. ഇങ്ങനെയുള്ള ഓരോ മെത്തേഡുകളും പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുകയും വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുക. ninth one ആണ് to institute an effective grievance redressal system both for employees and the patients. എന്താ അവിടെയുള്ള എംപ്ലോയീസിനും വരുന്ന ഓരോ പേഷ്യൻസിനും വേണ്ടിയിട്ട് ഒരു ഫലപ്രദമായ ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം എന്ന് പറയുന്ന പരാതി പരിഹാര സംവിധാനം സ്ഥാപിക്കുക. To institute an effective grievance redressal system both for employees and the patients. അവിടെയുള്ള ജീവനക്കാർക്കും വരുന്ന പേഷ്യൻസിനും ഏറ്റവും ഫലപ്രദമായ ഒരു പരാതി പരിഹാര സംവിധാനം സ്ഥാപിക്കുക. Strengthen of hospital MIS, KPI and report action taken. എന്താണ് MIS എന്ന് പറയുന്നത്? എന്താണ് MIS? MIS എന്താ? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. KPI ഏതാ? KPI key performance indicators. Very good. Key performance indicators. അപ്പൊ ഈ പറയുന്ന MIS അതായത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മാനേജ്മെന്റ്, key performance indicators മുതലായ മേഖലകളെ സ്ട്രെങ്തൻ ചെയ്യുക, ശക്തിപ്പെടുത്തുക. ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺ. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങള് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഒരു 10 വരെ പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നുകൂടി നമുക്കതൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ 6th one തുടങ്ങിയാണ് നമ്മൾ പറയുന്നത്. 6th one എന്താ പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ്
മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ലൈസൻസ്, ബ്ലഡ് ബാങ്ക് ബ്ലഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട ലൈസൻസ്, ARB അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് നൽകുന്ന റേഡിയേഷൻ ലൈസൻസുമായി ബന്ധപ്പെട്ടും അവർക്ക് ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും അവർ വെക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെയുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും കൃത്യമായി ആ ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സെവൻത് വൺ പറഞ്ഞത് എന്താണ്? നോൺ ഫങ്ഷണൽ ഡിവൈസുകൾ, അതായത് പ്രവർത്തനരഹിതമായിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ ആ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവാം. അപ്പൊ ഈ പറയുന്നവയൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അതൊക്കെ എന്ത് ചെയ്യുക? AMC ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ടുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമയബന്ധിതമായി അത് റിപ്പയർ ചെയ്യുകയും എന്ത് ചെയ്യുക? അത് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുക. അത് എന്ത് ചെയ്യുക? പ്രവർത്തനക്ഷമമായി നിലനിർത്തുക. Planning and workout modalities towards upliftment, preventive maintenance of equipments and vehicles and modernization of hospital. എന്താ ആ ഒരു ഹോസ്പിറ്റലിന്റെ അപ്ലിഫ്റ്റ്മെന്റ്? എന്താണ് അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഉന്നമനത്തിനായിട്ട് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു ഹോസ്പിറ്റലിലെ ഉന്നമനത്തിനായിട്ട് ഒരു പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങളുടെയും വാഹനങ്ങളുടെയും പ്രതിരോധ അറ്റകുറ്റപ്പണികൾ ചെയ്യുകയും അതുപോലെ ഹോസ്പിറ്റലിലെ മോഡേണൈസേഷൻ നവീകരിക്കുകയും ചെയ്യുന്നതിലൂടെ ആ ഒരു ഹോസ്പിറ്റലിലെ ഉന്നമനത്തിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള പുതിയ പുതിയ മെത്തേഡ് അല്ലെങ്കിൽ രീതികളൊക്കെ ആസൂത്രണം ചെയ്യുകയും വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുക. നയൻത് വൺ നോക്കി, ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എഫക്റ്റീവ് ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് ദി പേഷ്യൻസ്. ഇവിടെ വരുന്ന എംപ്ലോയീസിനും അതുപോലെ തന്നെ പേഷ്യൻസിനും വേണ്ടിയിട്ട് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം, പരാതി പരിഹാര സംവിധാനം സ്ഥാപിക്കുക. 10th വൺ പറഞ്ഞത് എന്താ? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് മുതലായ മേഖലകളെ ശക്തിപ്പെടുത്തുകയും ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഒരു 10 പോയിന്റ്സ് വരെയുള്ളത് ക്ലിയർ ആണോ? ഓക്കെ. 11th നോക്കി, കോർഡിനേറ്റിംഗ് ഇൻ അസസിംഗ് അതോറിറ്റി. എന്താണ്? അതോറിറ്റികള്, അതായത് അധികാരികള് നമ്മുടെ സ്ഥാപനങ്ങളെ വിലയിരുത്താൻ വരുമ്പോ, അസസ് ചെയ്യാൻ വരുമ്പോ, ഇപ്പൊ ഒരു നാഭാവ അല്ലെങ്കിൽ ഒരു JCA എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആവാം. അപ്പൊ അങ്ങനെയുള്ള സംഘടനകളൊക്കെ അതൊക്കെ ബന്ധപ്പെട്ട അതോറിറ്റീസ് ആണ് അല്ലെ. അപ്പൊ അവര് ലൈസൻസുകൾ കൊടുക്കാൻ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻസ് കൊടുക്കാനായിട്ട് ഈ പറയുന്ന സ്ഥാപനങ്ങൾ, ഒരു ഹോസ്പിറ്റലിനെ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിനെ വിലയിരുത്താനായിട്ട് അല്ലെങ്കിൽ അസസ് ചെയ്യാനായിട്ട് വരുമ്പോ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സഹകരിക്കേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. 12th പറയുന്നത്, എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ അവിടെയുള്ള ജീവനക്കാരുടെ എഡ്യൂക്കേഷൻ എന്താണ്? അവിടെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെങ്കിൽ അവിടെയുള്ള ജീവനക്കാര് അതിൽ അവബോധമുള്ളവരായിരിക്കണം അല്ലെ. അപ്പൊ അവിടുത്തെ ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്താണ്, അതെങ്ങനെ അവിടെ ഉറപ്പുവരുത്താൻ പറ്റും, എങ്ങനെ അവിടെ നടപ്പിലാക്കാൻ പറ്റും എന്ന് അവരാണ്, ആ ജീവനക്കാരാണ് അത് ചെയ്യുന്ന ആളുകൾ. അപ്പൊ അവർക്ക് അതിനുള്ള അറിവ് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുകളിൽ അവരുടെ എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ആ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവബോധം വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറാണ്. 13th പറയുന്നത്, റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റി. ആശുപത്രിയിലെ കമ്മിറ്റികൾ വിവിധ ഗുണനിലവാരമുള്ള സർവീസുകൾ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ഒരാൾ പ്രവർത്തിച്ചാൽ പോലെ അല്ലെ, ഒത്തിരി ആളുകൾ ഒരുപാട് ഗ്രൂപ്പായി നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ വിവിധ കമ്മിറ്റികളായിട്ട് രൂപീകരിക്കുക, ഫ്രെയിം ചെയ്യുക. ഓരോ ജീവനക്കാരെയും ഹോസ്പിറ്റൽ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തി ഓരോ കമ്മിറ്റികള് ഫ്രെയിം ചെയ്യുക, രൂപീകരിക്കുകയും അത് ഓർഗനൈസ് ചെയ്യുകയും സംഘടിപ്പിക്കുകയും ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി മാനേജർ ആണ്. അപ്പൊ എന്താണ് 11th പറഞ്ഞത്? നമ്മള് കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി. അവിടെ വരുന്ന അതോറിറ്റികൾ അല്ലെങ്കിൽ അധികാരികള് വിലയിരുത്തൽ നടത്താനായിട്ട് ആ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോ അവരോട് കോർഡിനേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരോട് സഹകരിക്കേണ്ടത് അല്ലെങ്കിൽ അവരുമായി ഏകോപിക്കണം നടത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി
റെസ്പോൺസിബിലിറ്റി ആണ്. Then 12th നമ്മൾ പറഞ്ഞ എന്താ, ensure the employees educational quality standards, ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് ഓരോ ജീവനക്കാരും അല്ലെങ്കിൽ എംപ്ലോയീസും മനസ്സിലാക്കിയിരിക്കണം. അവരതിൽ അവബോധമുള്ളവരാണോ, അവർക്ക് അതിൽ എഡ്യൂക്കേഷൻസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. Then ലാസ്റ്റ് പറഞ്ഞത് എന്താണ്, റെസ്പോൺസിബിൾ ഫോർ ട്രെയിനിങ് ആൻഡ് ഓർഗനൈസിംഗ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റികൾ ട്രെയിൻ ചെയ്യുക, രൂപീകരിക്കേണ്ടതും ഓർഗനൈസ് ചെയ്യേണ്ടതും സംഘടിപ്പിക്കേണ്ടതും ഒരു ആരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്, ഒരു ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. ക്ലിയർ ആണോ? ആ ഒരു 13 ക്ലിയർ ആണോ? ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്തി ചാപ്റ്റർ ആയിരുന്നു. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഭാഗങ്ങൾ തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഈ പറയുന്ന ജോബ് റെസ്പോൺസിബിലിറ്റിയിലും ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയൊരു ചാപ്റ്ററിന്റെ പേരാണ്, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൗസ് കീപ്പിംഗ് സർവീസ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ എത്രയാണ് നമ്പർ കിടക്കുന്നത്? നമ്മുടെ 4th പേപ്പറിലെ 3rd ചാപ്റ്റർ ആണ് കേട്ടോ, ഹൗസ് കീപ്പിംഗ് സർവീസ്. 26 ആണ്. 26. ഓക്കെ, അപ്പൊ എന്താണ് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ? ആ പേര് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് തോന്നുന്നേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്തൊക്കെയായിരിക്കും അതിൽ വരുന്നത്? എന്തൊക്കെ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാ? ക്ലീനിങ്. വെരി ഗുഡ്, ക്ലീനിങ് ആണ് അല്ലെ. എവിടെയുള്ള ക്ലീനിങ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്? എവിടെയുള്ള ക്ലീനിങ് ആയിരിക്കും? എവിടെയാണ് ക്ലീൻ ചെയ്യുക? ഹോസ്പിറ്റലിലെ ക്ലീനിങ് അല്ലെ. ഹോസ്പിറ്റലിലെ ക്ലീനിങ് ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത്? എന്തിനു വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും? എന്തിനു വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് ഹോസ്പിറ്റല്? എന്തിനു വേണ്ടിയാണ്? ഇൻഫെക്ഷനെ തടയാൻ വേണ്ടിയിട്ട് അല്ലെ, ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രധാന ഒരു ഉദ്ദേശം. അത് തന്നെയാണ് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ ക്ലീൻ ചെയ്യുക, അത് നീറ്റായിട്ട് ആ ഹോസ്പിറ്റലിൽ വൃത്തിയായിട്ട് അത് സൂക്ഷിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അത് ഡേ ടു ഡേ ആയിട്ട് ചെയ്യുന്നുണ്ടാവാം, പീരിയോഡിക്കലി ആനുകാലികമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോരോ വിഭാഗമായിട്ട് പലതരത്തിലുള്ള ഹൗസ് കീപ്പിംഗ് സർവീസുകളൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അല്ലെ, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റൽ എത്രത്തോളം വൃത്തിയുള്ളതാണോ അല്ലെ, എത്രത്തോളം വൃത്തിയുള്ളതാണോ അത്രയും അധികം നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മികച്ചതാവും അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ നല്ല വൃത്തിയുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ആ ഹോസ്പിറ്റലിൽ തോന്നുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിൽക്കാനും അവിടുത്തെ സർവീസ് നമുക്ക് ലഭ്യമാക്കാനും നമുക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടുത്തെ ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിൽ അതിനനുസരിച്ച് അവിടെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണവും കൂടും. ആ പേഷ്യൻസിന് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസും മറ്റു കാര്യങ്ങളൊക്കെ അതിലൂടെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്ന ചെറിയൊരു ചാപ്റ്റർ ആണ്. വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നുമല്ല, സിമ്പിൾ ചാപ്റ്റർ ആണ്. നമുക്ക് പറഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നോക്കിയപ്പോ ഹൗസ് കീപ്പിംഗ് സർവീസ് നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എ പേഷ്യന്റ് കമ്മിങ് ഫോർ ദ ടൈം ടു ദ ഹോസ്പിറ്റൽ when welcomed a tidy environment as well as an elegant feelings lessen half of his misery and increases his confidence in the hospital. എന്താണ് ഒരു പേഷ്യന്റ്, നമ്മളൊരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്.
അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് വെൽക്കം ഡേ ടൈനി എൻവയോൺമെന്റ്, എന്താണ് ഒരു ടൈഡി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള അന്തരീക്ഷം. അപ്പൊ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പുതിയതായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുന്നു. അപ്പൊ നമ്മളെ ആ ഹോസ്പിറ്റൽ വെൽക്കം ചെയ്യുന്നത് ഒരു വൃത്തിയുള്ള അന്തരീക്ഷത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ആസ് വെൽ ആസ് ആൻ എലഗന്റ് ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു മനോഹരമായ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു വികാരം നമുക്ക് ആ ഒരു ഹോസ്പിറ്റൽ കാണുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെ? ചില ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ തോന്നും, അല്ലെ, ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും, അല്ലെ? അതേസമയം ചില ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ചെറിയ ഹോസ്പിറ്റൽ ആയിരിക്കാം, പക്ഷെ വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിട്ടുണ്ടാവും, അല്ലെ? അങ്ങനെ ഒരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷം കാണുമ്പോ ആ ഒരു വരുന്ന പേഷ്യന്റിന് തോന്നുന്ന എന്താണ്, ആ ഒരു പേഷ്യന്റിന് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തോന്നുന്നത് ലെസ് ദാൻ ഹാഫ് ഓഫ് ഹിസ് മിസറി എന്നാ പറയുന്നത്. അവരുടെ ആ ഒരു മിസറി എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ആ ഒരു ദുരിതം അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താണോ അവരുടെ ആ ഒരു രോഗാവസ്ഥ, അതിനെ ലെസൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു പകുതി വരെയും അത് കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന ഒരു ടൈഡി എൻവയോൺമെന്റ് കൊണ്ട് അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം കൊണ്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇൻക്രീസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഇൻക്രീസസ് ഹിസ് കോൺഫിഡൻസ് എന്നാ പറയുന്നത്. അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവല് അല്ലെങ്കിൽ ആ ഒരു മനോവീര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസത്തെ കൂട്ടാനും അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഒരു പേഷ്യന്റ് എന്താണ് ഇവിടെ പറഞ്ഞത്, നമ്മള് ഒരു പേഷ്യന്റ് കമ്മിങ് ഫോർ ദ ടൈം ടു എ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് കടന്നു വരുന്ന സമയത്ത് ആ ഒരു ഹോസ്പിറ്റല് അവരെ വെൽക്കം ചെയ്യുന്നത് വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തോടു കൂടിയാണെങ്കിൽ, അല്ലെങ്കിൽ ആസ് വെൽ ആസ് ആൻ എലഗന്റ് ഫീലിംഗ് അല്ലെങ്കിൽ മനോഹരമായ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു വികാരം ഉണ്ടെങ്കിൽ, then less than half of his misery and increases his confidence in the hospital എന്നാ പറയുന്നത്. എന്താണ്, ആ വരുന്ന പേഷ്യന്റിന്റെ ദുരിതം അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു അവസ്ഥ പകുതി കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന എൻവയോൺമെന്റ്സ് വഴി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻക്രീസസ്, അവരുടെ ആ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും ഈ പറയുന്ന ഒരു ടൈഡി എൻവയോൺമെന്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. Then housekeeping services, otherwise called environmental services. ചോദിക്കാം കേട്ടോ. അപ്പൊ ഹൗസ്കീപ്പിംഗ് സർവീസുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, എൻവയോൺമെന്റൽ സർവീസുകൾ എന്ന് കൂടി അറിയപ്പെടുന്നത്. And are very important in providing a clean, safe, pleasant, orderly and functional environment for both the patient and the hospital officials. എന്താണ് ഹൗസ്കീപ്പിംഗ് സർവീസിൽ പറയുന്നത്, otherwise called environmental service. ഹൗസ്കീപ്പിംഗ് സർവീസുകളെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, എൻവയോൺമെന്റൽ സർവീസ് എന്ന് കൂടി അറിയപ്പെടുന്നത്. And are very important in providing a safe, വളരെ സുരക്ഷിതമായിട്ടുള്ള, ക്ലീൻ വളരെ വൃത്തിയുള്ളതും, പ്ലസന്റ് എന്താ വളരെ മനോഹരവും, ആൻഡ് ഓർഡർലി വളരെ ചിട്ടയുമായിട്ടുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷം ബോത്ത് ഫോർ പേഷ്യൻസ് ആൻഡ് ഫോർ ബോത്ത് ദ പേഷ്യൻസ്, അവിടെ വരുന്ന രോഗികൾക്കും അതുപോലെ തന്നെ ആൻഡ് ദ ഹോസ്പിറ്റൽ ഒഫീഷ്യൽസ്, ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാർക്കും അവിടെ വരുന്ന പേഷ്യൻസിനും വളരെ സുരക്ഷിതമായിട്ടുള്ള, വൃത്തിയുള്ള, പ്ലസന്റ് മനോഹരമായിട്ടുള്ള ചിട്ടയായ ഒരു പ്രവർത്തന അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നൽകുക എന്നതാണ് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോ ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്നുകൂടി നോക്കിയേ. ഇപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാ പറഞ്ഞത്, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ആ ഹോസ്പിറ്റൽ നല്ലൊരു വൃത്തിയുള്ള അന്തരീക്ഷമാണ് പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മനോഹരമായ ഒരു വികാരമാണ് ആ ഒരു ഹോസ്പിറ്റലിൽ കാണുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നതെങ്കിൽ അവരുടെ ആ ഒരു മിസറി അല്ലെങ്കിൽ ദുരിതത്തെ പകുതി വരെയും കുറയ്ക്കാൻ അതുവഴി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും ഇതുവഴി സാധിക്കുന്നുണ്ട്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് ഹൗസ് കീപ്പിംഗ് സർവീസുകളിലെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസ് എന്ന് പറയുന്നത്. ഈ പ്രധാനപ്പെട്ട ഹൗസ് കീപ്പിംഗ് സർവീസുകളുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ, ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഓരോ പേഷ്യൻസിനും അതോടൊപ്പം ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മറ്റ് ജീവനക്കാർക്കും രണ്ടു വിഭാഗക്കാർക്കും ഒരുപോലെ വളരെ സുരക്ഷിതമായിട്ടുള്ള, വൃത്തിയുള്ള, മനോഹരമായ, ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷം പ്രദാനം ചെയ്യുക എന്നതാണ് ഒരു ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ ഭാഗം ഓക്കെ ആണോ? Okay.
Then okay, the 3 important housekeeping tasks in hospital consist of the following. ഇനി ഏതൊക്കെയാണ് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൗസ്കീപ്പിംഗ് ടാസ്കുകൾ അല്ലെങ്കിൽ ജോലികൾ ഒരു ഹോസ്പിറ്റലില് ഹൗസ്കീപ്പിംഗുമായി ബന്ധപ്പെട്ടുള്ള 3 പ്രധാനപ്പെട്ട ജോലികളാണ് താഴെ പറയുന്ന 3. Okay, first one, to clean and sanitizing. ആ ഒരു വേർഡ് ക്ലീൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് കേട്ടോ, അവിടെ വേണ്ട ഒരു വേർഡ് അല്ല. Okay, to clean and sanitizing high-tech services in patient rooms and rest room. Patient റൂമുകള്, രോഗി മുറികള് അല്ലെ, രോഗികളുടെ മുറികള്, അതുപോലെ റെസ്റ്റ് റൂമുകൾ എന്ന് പറയുന്ന വിശ്രമ മുറികള് അല്ലെ. അപ്പൊ പേഷ്യൻസിന് കൊടുക്കുന്ന രോഗികളുടെ മുറികള്, വിശ്രമ മുറികള് മുതലായ ഇടങ്ങളിലേക്കുള്ള ഹൈ-ടച്ച് സർവീസ് എന്താണ് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ തൊടുന്ന പ്രതലങ്ങളൊക്കെ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. എന്താണ് ഫസ്റ്റ് ജോലി പറയുന്നത്? എന്താ? ടു ക്ലീൻ ആൻഡ് സാനിറ്റൈസിങ് ഹൈ ടച്ച് സർഫസസ് ഇൻ പേഷ്യന്റ് റൂംസ് ആൻഡ് റെസ്റ്റ് റൂംസ്. പേഷ്യൻസിന് കൊടുക്കുന്ന റൂമുകള് അല്ലെങ്കിൽ രോഗികളുടെ മുറികള്, റെസ്റ്റ് റൂം, വിശ്രമ മുറികള് മുതലായ ഇടങ്ങളിലുള്ള ഹൈ ടച്ച് സർഫസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ തൊടുന്ന പ്രതലങ്ങളെല്ലാം ക്ലീൻ ചെയ്യുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക. രണ്ടാമതായി പറയുന്നത് ടു ഫിൽ അപ്പ് എംപ്റ്റി പേപ്പർ ടവൽസ്, സോപ്പ് എന്നാണ് കേട്ടോ അവിടെ, സോപ്പ് കണ്ടെയ്നർ ആൻഡ് ഓഫീസ് സപ്ലൈസ്. എന്താണ്? എംപ്റ്റി പേപ്പർ ടവലുകള്, എന്താണ് ഒഴിഞ്ഞ പേപ്പർ ടവലുകള്, സോപ്പ് കണ്ടെയ്നറുകള്, ഓഫീസ് സപ്ലൈസ് അല്ലെങ്കിൽ ഓഫീസ് സാധനങ്ങള് മുതലായവയൊക്കെ ഫില്ലപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വയ്ക്കുക. അപ്പൊ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലില് ചിലപ്പോ പേപ്പർ ടവലൊക്കെ തീർന്നിരിപ്പുണ്ടാവും, സോപ്പ് കണ്ടെയ്നേഴ്സിൽ സോപ്പുകൾ ഉണ്ടാവില്ല, ഓഫീസ് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാവും, കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുള്ള പേപ്പർ ടവലുകൾ ഉണ്ടെങ്കിൽ, സോപ്പ് കണ്ടെയ്നറുകളാണെങ്കിൽ, ഓഫീസ് സാധനങ്ങൾ എന്തെങ്കിലും ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫില്ലപ്പ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിറച്ചു വെക്കുക. ദെൻ മൂന്നാമതായി പറയുന്നത് ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. ഹോസ്പിറ്റലിലെ വേസ്റ്റുകള് പ്രോപ്പർട്ടി എന്നാണ് കിടക്കുന്നത് അവിടെ, പ്രോപ്പർലി എന്നാണ് കേട്ടോ, പ്രോപ്പർലി. ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. ഹോസ്പിറ്റൽ വേസ്റ്റുകള് വളരെ ശരിയായ രീതിയിൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുക. ഈ പറയുന്ന 3 ജോലികളും എന്താണ് ഒരു ഹൗസ് കീപ്പിംഗ്, ഒരു ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സർവീസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട 3 ടാസ്കുകൾ അല്ലെങ്കിൽ ജോലികളാണ് ഈ പറയുന്ന 3. ഫസ്റ്റ് വൺ എന്തായിരുന്നു? പേഷ്യൻസിന്റെ റൂം, രോഗി റൂമുകള്, അതുപോലെ റെസ്റ്റ് റൂമുകള്, എന്താണ് വിശ്രമ മുറികള് മുതലായവയുടെ ഹൈ ടച്ച് സർഫസ് ഏറ്റവും കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ തൊടുന്ന പ്രതലങ്ങളെല്ലാം ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. രണ്ടാമതായി പറയുന്നത് എംപ്റ്റി പേപ്പർ ടവലുകള്, വളരെ എന്താണ് ഒഴിഞ്ഞ പേപ്പർ ടവലുകൾ ഉണ്ടാവാം, സോപ്പ് കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ, ഓഫീസ് സാധനങ്ങള് മുതലായവയ്ക്ക് നിറച്ചു വെക്കുക. മൂന്നാമതായി പറയുന്നത് ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. ഹോസ്പിറ്റൽ വേസ്റ്റുകള് കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുക. ഇത് 3മാണ് പ്രധാന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൗസ് കീപ്പിംഗ് ടാസ്കുകൾ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഫസ്റ്റ് പോയിന്റ് ടു ഇംപാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്. എന്താ? ആ ഒരു ഹോസ്പിറ്റലില് ഒരു ശുചിത്വമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം ഇംപാർട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രദാനം ചെയ്യുക. Then to meet the hopes of the community. എന്താ? സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റുക. എന്താണ് സമൂഹത്തിന്റെ പ്രതീക്ഷകൾ? എന്താ? ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിനെ ഉദ്ദേശിച്ച് സമൂഹത്തിന്റെ പ്രതീക്ഷ എന്താണ്? ആ ഓരോ സ്ഥാപനം, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഹോസ്പിറ്റലുകൾ വളരെ വൃത്തിയായിട്ടിടുക അല്ലെ, അവർക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ആ ഒരു എന്താണ് ഓരോ പേഷ്യൻസിലെയും ഓരോ കമ്മ്യൂണിറ്റിയും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അല്ലെ. അപ്പൊ ആ ഒരു പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിറവേറ്റുക. മൂന്നാമതായി പറയുന്നത് ടു മെയിൻറ്റെയിൻ, ടു ആണ് കേട്ടോ അവിടെ, ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഉയർന്ന പ്രശസ്തി
പ്രശസ്തി നിലനിർത്തുക. ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഒരു ഉയർന്ന പ്രശസ്തി നിലനിർത്തുക. ദെൻ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഹോസ്പിറ്റൽസിന്റെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധയെ നിയന്ത്രിക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗിന്റെ പ്രധാനം അല്ലെങ്കിൽ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നോക്കിയ. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ടു ഇംപാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, ഒരു ശുചിത്വമുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുക. രണ്ടാമതായി പറയുന്നത് ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റുക. വളരെ വൃത്തിയുള്ളതും ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക. അതുപോലെ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുക മുതലായവയൊക്കെയാണ് സമൂഹം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഇതിൽ നിന്ന്, അല്ലെ? അങ്ങനെയുള്ള സമൂഹം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റുക. Then to maintain a high reputation of the hospital, ഹോസ്പിറ്റലിന്റെ ഹൈ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഉയർന്ന പ്രശസ്തി നിലനിർത്തുക. Then hospital infection control, ആശുപത്രികളുടെ അണുബാധകളൊക്കെ നിയന്ത്രിക്കുക. ഇത്രയും കാര്യങ്ങൾ ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ക്ലിയർ ആണോ? Okay. Then objectives of housekeeping. Housekeepingന്റെ objectives അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ common sanitation, cleanliness and comfortable environment. Environment ഇതാണ് കേട്ടോ അവിടെ. Common sanitation, cleanliness and comfortable environment. എന്താണ് common sanitation എന്ന് പറഞ്ഞാൽ? പൊതുശുചിത്വം, അല്ലെ? അതുപോലെ വൃത്തിയുള്ളതും അൺകംഫർട്ടബിൾ, ഒരു സുഖപ്രദവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. കോമൺ സാനിറ്റേഷൻ, പൊതു ശുചിത്വം ഉറപ്പുവരുത്തുക. വൃത്തിയുള്ളതും അൺകംഫർട്ടബിൾ, വളരെ സുഖപ്രദവുമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക. Then developing polite, reliable and friendly എന്ത് ചെയ്യുക? അറ്റ്മോസ്ഫിയർ എന്നാണ് കേട്ടോ അവിടെ. ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ കേട്ടോ. Then developing polite and reliable and friendly atmosphere. എന്താണ് പൊളൈറ്റ്? മാന്യമായിട്ടുള്ള. റിലയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസനീയമായിട്ടുള്ള. ആൻഡ് ഫ്രണ്ട്ലി, വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം വികസിപ്പിക്കുക. Then മൂന്നാമതായി പറയുന്നത് ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ടി റിലേഷൻസ്. ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ നല്ലൊരു ഹാർട്ടി റിലേഷൻസ് എന്ന് പറഞ്ഞ ഒരു ഹൃദ്യമായ ബന്ധം നിലനിർത്തുക. And ensuring safety of staff, patient and the relatives. അവിടെ വരുന്ന ജീവനക്കാരുടെ ആയിക്കോട്ടെ, പേഷ്യൻസിന്റെ ആയിക്കോട്ടെ, മറ്റ് അവരുമായി ബന്ധപ്പെട്ട അവരുടെ റിലേറ്റീവ്സിന്റെ എല്ലാം സുരക്ഷ ഉറപ്പുവരുത്തുക. Then quality restraining of sanitary equipments and cleaning agents. ശുചിത്വപരമായിട്ടുള്ള, ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ, ക്ലീനിങ് ഏജൻസ്, നമ്മുടെ ഡിറ്റർജന്റുകളാവാം, ബ്ലീച്ച് ആവാം, ഫിനോയിൽ മുതലായുള്ള ക്ലീനിങ് ലിക്വിഡ്സ് ഏജൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇവയുടെയൊക്കെ ക്വാളിറ്റി റീസ്ട്രെയിനിങ് എന്താ? ഗുണനിലവാരം നിലനിർത്തുക. ആൻഡ് പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. കൃത്യമായിട്ടുള്ള ശരിയായ രീതിയിൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രതികരണങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. അപ്പൊ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് കോമൺ സാനിറ്റേഷൻ, പൊതുശുചിത്വം, അതുപോലെ ക്ലീൻലിനെസ്, വൃത്തിയുള്ളതും ആൻഡ് കംഫർട്ടബിൾ, വളരെ സുഖപ്രദവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. രണ്ടാമതായി പറഞ്ഞത് ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. എന്താ? വളരെ മാന്യവും അതുപോലെ റിലയബിൾ, വിശ്വസനീയവും ആൻഡ് ഫ്രണ്ട്ലി, സൗഹൃദപരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം വികസിപ്പിക്കുക. Then good inter departmental ഹാർട്ടി റിലേഷൻസ്. ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ നല്ലൊരു ഹൃദ്യമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക അല്ലെങ്കിൽ നിലനിർത്തുക. Then ensuring safety of staff, patient and relatives. സ്റ്റാഫുകളുടെയും പേഷ്യൻസിന്റെയും റിലേറ്റീവ്സിന്റെയും സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുക. And quality restraining of sanitary equipments and cleaning agents. സാനിറ്ററി എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങള്, ക്ലീനിങ് ഏജൻസ് മുതലായവയുടെയൊക്കെ ഗുണനിലവാരം നിലനിർത്തുക. ആൻഡ് പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക, ഫീഡ്ബാക്കുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യുക. കിട്ടിയോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ലൊക്കേഷൻ. നോക്കിയേ, ലൊക്കേഷൻ. ഹൗസ് കീപ്പിംഗ് അറ്റൻഡ്സ്
all areas and departments of the hospital. ഹോസ്പിറ്റലിന്റെ എല്ലാ മേഖലകളിലും വകുപ്പുകളിലും പങ്കെടുക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല അവർ ക്ലീൻ ചെയ്യുന്നത്, ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലും അല്ലെ, എല്ലാ മേഖലകളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. Then though may be situated in a non-prime area. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് ഒരു നോൺ പ്രൈം ഏരിയ എന്ന് പറഞ്ഞാൽ അധികം പ്രശസ്ത ഇല്ലാത്ത അല്ലെങ്കിൽ അധികം പ്രാധാന്യമില്ലാത്ത ഒരു ഏരിയ, അതാണ് നോൺ പ്രൈം ഏരിയ എന്ന് പറയുന്നത്. അധികം പ്രാധാന്യമില്ലാത്ത ഒരു ഏരിയ നോക്കിയായിരിക്കും ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് ലൊക്കേഷൻ വരുന്നത് അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പെട്ടെന്ന് കാണാൻ പറ്റുന്നിടത്തായിരിക്കും ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ല അല്ലെ. നമുക്കൊന്നും പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ എന്താണ് ബാക്ക് സൈഡിലോട്ട് നീങ്ങി അല്ലെ, നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ളിടത്തൊന്നും ഈ ഹൗസ് കീപ്പിംഗ് സാധനങ്ങളൊന്നും വെക്കാറില്ല അല്ലെ, റൂമുകളൊന്നും വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നോൺ പ്രൈം ഏരിയ എന്താണ് അധികം ശ്രദ്ധയൊന്നും കിട്ടാത്ത അല്ലെങ്കിൽ അധികം പ്രാധാന്യമില്ലാത്ത ഒരു ഏരിയ നോക്കിയായിരിക്കും ഒരു ഹൗസ് കീപ്പിംഗ് സർവീസുകളുടെ റൂം എന്ന് പറയുന്നത്, ലൊക്കേഷൻ എന്ന് പറയുന്നത്. Then it should be as far as possible centrally located and close to the vertical transport system to make way for easy movement of housekeeping materials and equipment. ഇനി ഇതെപ്പോഴും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇതെപ്പോഴും എങ്ങനെയാണ് സെൻട്രലി ലൊക്കേറ്റഡ് ആയിരിക്കണം എന്നാ പറയുന്നത്. ഇത് മധ്യഭാഗത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസും അല്ലെങ്കിൽ എന്താണ് ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട സാമഗ്രികള് ഉപകരണങ്ങള് മുതലായവയൊക്കെ ഈസി മൂവ്മെന്റ് എന്താ സുഗമമായ മൂവ്മെന്റ് അല്ലെങ്കിൽ ചലനത്തിന് വേണ്ടി അത് വേഗം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് നേരെ നമുക്ക് വേഗം കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ വിഭാഗങ്ങളും, അതായത് ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സെന്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു മധ്യഭാഗത്തിലായിരിക്കണം ഈ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസുകളുടെ ലൊക്കേഷൻ വരേണ്ടത്. ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ലൊക്കേഷൻ ഇവിടെ പറയുന്നില്ല, ഇവിടെ ജസ്റ്റ് പറയുന്നത് എന്താ ഒരു നോൺ പ്രൈം ഏരിയ ആയിരിക്കണം, എന്താ അധികം പ്രാധാന്യം ഇല്ലാത്ത ഒരു ഏരിയ നോക്കി ആയിരിക്കും അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പല നിലകൾ ഉണ്ടാവും അല്ലെ, ചെറിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാവാം, ചിലപ്പോ വലിയ നിലകളുള്ള ഒരുപാട് നിലകളുള്ള ഹോസ്പിറ്റൽ ഉണ്ടാവും. എല്ലായിടങ്ങളിൽ നിന്നും പെട്ടെന്ന് എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു മധ്യഭാഗത്ത് നിന്ന് നമുക്ക് എല്ലായിടത്തേക്കും വേഗം സാധനങ്ങൾ കൊണ്ടുപോകാനും ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു മധ്യഭാഗത്ത് അല്ലെങ്കിൽ ഒരു സെന്ററിലായിരിക്കണം ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് ലൊക്കേഷൻ സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. അവിടെ നിന്ന് എല്ലായിടത്തേക്കും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റണം, ഈ പറയുന്ന മെറ്റീരിയൽസും എക്യുപ്മെന്റ്സും വേഗത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരിടത്ത് നോക്കി അങ്ങനെ ഒരു സെന്റർ നോക്കി എന്ത് ചെയ്യണം, ഇത് ലൊക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ സിറ്റുവേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ ലൊക്കേഷൻ പറഞ്ഞത്, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ ഓർഗാനോഗ്രാം ആണ് വരുന്നത്. നോക്കിയേ ഓർഗാനോഗ്രാം വളരെ ചെറിയ ഓർഗാനോഗ്രാം ആണ്. ഇതിന്റെ ആ ഒരു 3 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ അതിൽ വരുന്ന ആ ഒരു 3 ഹെഡിങ്ങും നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓർഗാനോഗ്രാം വളരെ ചെറിയ ഒരു ഓർഗാനോഗ്രാം ആണ്, അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. നോക്കിയേ ഓർഗാനോഗ്രാം ഫസ്റ്റ് വരുന്ന ആരാണ്, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ, അവരാണ് ഹെഡ് ആയിട്ട് വരുന്നത് കേട്ടോ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ് ഈ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിട്ട് വരുന്നത്. നോക്കിയേ ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്, ഈ ഒരു വ്യക്തി അതായത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നയിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആയിരിക്കും. He or she should be able to form, control and develop housekeeping services in the hospital. ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഹൗസ് കീപ്പിംഗ് സേവനങ്ങളെ ഫോം ചെയ്യുക, രൂപീകരിക്കുക, നിയന്ത്രിക്കുക, വികസിപ്പിക്കുക, ഇതെല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറിനുണ്ടായിരിക്കണം. ഒരു എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണ് അല്ലെ, അവരാണ് ഈ ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നയിക്കുന്നത്. ദെൻ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറിന് എന്ത് കഴിവുണ്ടായിരിക്കണം, ആ ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സർവീസുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഫോം ചെയ്യാൻ, രൂപീകരിക്കാനും നിയന്ത്രിക്കാനും ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വികസിപ്പിക്കാനുമുള്ള ഒരു കഴിവ് ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ? ഓക്കെ,
Then next നോക്കിയേ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. ആരാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത്? നോക്കിയേ, trained and acquainted with the housekeeping procedures and able to manage the housekeeping staff. എന്താണ്? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ്. രണ്ട് ഗ്രൂപ്പുകളാണ് ഇവിടെ പറയുന്നത് അല്ലെ. അപ്പൊ അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് എന്താണ്? trained and acquainted with the housekeeping procedures and able to manage the housekeeping staff. എന്താ? അവിടെയുള്ള ഹൗസ്കീപ്പിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഹൗസ്കീപ്പിംഗുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങള് പരിശീലിപ്പിക്കുകയും അതുപോലെ അതിൽ പരിചിതമാവുകയും വേണം. ആരാ അത് പരിശീലിക്കേണ്ടത്? ഈ പറയുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറും ഫ്ലോർ സൂപ്പർവൈസേഴ്സും ഈ അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഹൗസ്കീപ്പിംഗുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായിട്ട് പരിശീലിക്കണം. അതാണ് ട്രെയിൻഡ് ആയിരിക്കണം. അവരതിൽ പരിശീലനം നേടിയവരായിരിക്കണം. ആൻഡ് അക്വൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ പരിചയമുള്ളവരും ആയിരിക്കണം. ആൻഡ് ഏബിൾ ടു മാനേജ് ദ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അവരുടെ കീഴിൽ വരുന്ന ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും ഈ പറയുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഫ്ലോർ മാനേജർ അല്ലെങ്കിൽ ഫ്ലോർ സൂപ്പർവൈസേഴ്സിനും ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സിന്റെ രണ്ട് ഡ്യൂട്ടിയാണ് നമ്മൾ പറഞ്ഞത്. അവരെന്തായിരിക്കണം? ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളും അതിൽ അവരെന്തായിരിക്കണം? ട്രെയിൻഡ് ആയിരിക്കണം, പരിശീലനം ലഭിച്ചവരായിരിക്കണം, പരിചയമുള്ളവരും ആയിരിക്കണം. ആൻഡ് ഏബിൾ ടു മാനേജ് ദ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും ഇവർക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? തേർഡ് വൺ നോക്കിയേ, ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഇനി ഇവരുടെ കീഴിൽ വരുന്ന ആളുകളാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ, നമ്മൾ കാണുന്നവരെ ഈ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസിനെ അല്ലെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ കാണാറില്ലേ? ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസിനെ കാണാറില്ലേ? ഓക്കെ. അപ്പൊ അവരുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ് ആയിരിക്കും അല്ലെ. അവരതിൽ ഇൻഎക്സ്പേർട്ടുകളാണ്. ഒരു പ്രധാനപ്പെട്ട എന്താണ്? ഒരുപാട് വിദ്യാഭ്യാസം ഒന്നും ഉള്ളവരായിരിക്കണം എന്നില്ല. അതുപോലെ എല്ലാത്തിലും ഇൻഎക്സ്പേർട്ട് ആണ്. എന്താ? അതിലും വൈദഗ്ധ്യം ഒന്നും ഉണ്ടാവുന്നവരായിരിക്കില്ല അല്ലെ. ഓരോ മേഖലയിലും വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണോ ഈ ഒരു ജോലിക്ക് വരുന്നത്? അല്ല അല്ലെ. ഇൻഎക്സ്പേർട്ട് ആയിട്ടുള്ളവര് വൈദഗ്ധ്യം കുറഞ്ഞവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പണം അല്ലെങ്കിൽ അവരുടെ ശമ്പളം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ലോവസ്റ്റ് പെയ്ഡ് ആയിരിക്കും. ശമ്പളം വളരെ കുറഞ്ഞ ശമ്പളവുമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. They must be well familiar with the housekeeping procedures by training and education. പക്ഷെ ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസിന് എന്താണ് അവരുടെ ഒരു കഴിവെന്ന് പറയുന്നത്? അവർക്ക് തുടർച്ചയായിട്ടുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസും ഒക്കെ കിട്ടുന്നത് വഴി അവർ ഈ പറയുന്ന ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളിലും വെൽ ഫെമിലിയർ ആയിരിക്കും അല്ലെ. വളരെ പരിചയമുള്ളവരായിരിക്കും അല്ലെ, അല്ലെങ്കിൽ വളരെ പരിചിതരായിരിക്കും. അപ്പൊ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഏറ്റവും ആ ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആളുകളാണ് അല്ലെ, താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകളാണ്. അവര് മോസ്റ്റ്ലി എങ്ങനെയാണ്? മിക്കവരും അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ഇൻഎക്സ്പേർട്ടുകളാണ്. വലിയ രീതിയിലുള്ള വൈവിധ്യം അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ലോവസ്റ്റ് പെയ്ഡ് ആയിരിക്കും, കുറഞ്ഞ ശമ്പളവുമായിരിക്കും കിട്ടുന്നത്. ആൻഡ് മസ്റ്റ് ബി വെൽ ഫെമിലിയർ വിത്ത് ദ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ് ബൈ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. അവർ ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ജോലികൾ ചെയ്ത് അവിടുത്തെ ട്രെയിനിങ്ങൾ അല്ലെങ്കിൽ പരിശീലനങ്ങളിലൂടെ എഡ്യൂക്കേഷൻസിലൂടെ അവർ ഈ പറയുന്ന ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും നടപടിക്രമങ്ങളിലും വെൽ ഫെമിലിയർ ആയിരിക്കും, വളരെ പരിചയമുള്ളവരായിരിക്കും. കിട്ടിയോ? ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ക്ലിയർ ആണോ? ഓരോ ഓർഗാനോഗ്രാം. ഓക്കെ. Then facilities and space requirements. എന്തൊക്കെ ഫെസിലിറ്റികൾ അല്ലെങ്കിൽ സൗകര്യങ്ങളോ സ്പേസ് എന്താണ് സ്ഥല സൗകര്യങ്ങളും ആവശ്യകതകളും ഒക്കെയാണ് ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടത്. നോക്കിയേ ഇവിടെ the following facilities and space are needed for housekeeping. ഹൗസ് കീപ്പിംഗിന് വേണ്ട സൗകര്യങ്ങളും സ്ഥല ആവശ്യകതകളും ഒക്കെയാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് വേണ്ടിയിട്ടൊരു ഓഫീസ് ഉണ്ടായിരിക്കും.
രണ്ടാമതായി പറയുന്നത് ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്. ക്ലറിക്കൽ വർക്കുകൾ നടത്താനായിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു റൂം വേണം. ദെൻ ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഡെസ്ക് ഫോർ ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസേഴ്സ്. ഇനി ആർക്കൊക്കെ വേണം ഓഫീസ്? രണ്ട് ഓഫീസ് നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന നമ്മുടെ ആദ്യത്തെ രണ്ട് വിഭാഗവും ഉണ്ടല്ലോ ഓർഗാനോഗ്രാമിലെ, അവർക്ക് രണ്ട് കൂട്ടർക്കും എന്ത് വേണം? ഓരോ ഓഫീസ് വേണം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം. അതുപോലെ ക്ലറിക്കൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ വേണം. മൂന്നാമതായി പറഞ്ഞത് ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനും ഒരു ഓഫീസ് വേണം. ആൻഡ് ഡെസ്ക് ഫോർ ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസേഴ്സ്. സൂപ്പർവൈസേഴ്സിനും ഒന്നില്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ ഡെസ്ക് അവർക്കും ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ദ ഫ്ലോർസ് the supervisor are physically located in their concerned area of supervision where the personnel under them work. എന്താ അവിടെ പറയുന്നത്? ഏറ്റവും അതായത് ഒരു ഫ്ലോർ സൂപ്പർവൈസർ ഇരിക്കേണ്ട ഏറ്റവും അഭികാമ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് എന്താ? എവിടെയായിരിക്കും? ഒരു സൂപ്പർവൈസർ ഇരിക്കേണ്ടത് എവിടെയാണ്? ഒരു ഫ്ലോർ സൂപ്പർവൈസർ ഇരിക്കേണ്ടത് എവിടെയാണ്? ആ ഫ്ലോറിന്റെ അവിടെ തന്നെ അവരുടെ കീഴില് ജോലി ചെയ്യുന്ന ആളുകൾ എവിടെയാണുള്ളത് അവിടെ ആയിരിക്കണം അല്ലെ. എന്നാലല്ലേ അവർക്ക് കൃത്യമായിട്ട് അത് അവരെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു ഫ്ലോർ സൂപ്പർവൈസർ ഏറ്റവും അഭികാമ്യമായിട്ട് ഡിസൈറബിൾ ആയിട്ട് നിൽക്കേണ്ട സ്ഥലം അല്ലെങ്കിൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാ? ഇൻ ദെയർ കൺസേൺഡ് ഏരിയ ഓഫ് സൂപ്പർവിഷൻ. അവര് മേൽനോട്ടം വഹിക്കേണ്ട ആ ബന്ധപ്പെട്ട ഏരിയ എവിടെയാണോ അവരുടെ കീഴില് ആളുകൾ വർക്ക് ചെയ്യുന്നത് അവിടെയാണ് അവരുടെ ലൊക്കേഷൻ പറയേണ്ടത്. ദെൻ സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്. ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു റൂം വേണം. ദെൻ സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്. ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. ആൻഡ് ഹൗസ് കീപ്പിംഗ് ജാനിറ്റേഴ്സ് ക്ലോസറ്റ് ഓൺ ഓൾ ഫ്ലോർസ് ത്രൂ ഔട്ട് ദ ഹോസ്പിറ്റൽ equipped with floor sinks and space and shelves for housekeeping equipment, cards, buckets and supplies. എന്താ പറയുന്നത്? ഹൗസ് കീപ്പിംഗ് അതായത് പ്രത്യേകം അവിടെ പറയുന്നുണ്ട് ജാനിറ്റേഴ്സ് ക്ലോസറ്റ്സ് ഓൺ ഓൾ ഫ്ലോർസ് ത്രൂഔട്ട് ദ ഹോസ്പിറ്റൽ. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ? അത് നമ്മുടെ സാധാ ക്ലോസറ്റ് അല്ലല്ലോ ഇതിന്റെ ഉദ്ദേശിക്കുന്ന മീനിങ്. ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ബ്രാക്കറ്റിൽ പ്രത്യേകം എഴുതിയിരിക്കുന്നത് ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മീനിങ് അല്ല അവിടെ വരുന്നത്. ഇവിടെ ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഓരോ ഫ്ലോറിലും ഒരു സ്റ്റോറേജ് ഏരിയ വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു റൂമിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഏരിയ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഓൾറെഡി അവിടെ പറയുന്നുണ്ട് ആ ഒരു സ്റ്റോറേജ് ഏരിയയിൽ എന്തൊക്കെ ഉണ്ടാവും? ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഉണ്ടാവാം അല്ലെ. ആൻഡ് എക്യുപ്മെന്റ്സ് ഉപകരണങ്ങള് മുതലായ എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കാനായിട്ടുള്ള, അതുപോലെ അങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളും കാര്യങ്ങളും എല്ലാം സൂക്ഷിക്കാനായിട്ട് ഓരോ ഫ്ലോറുകളിലും എന്ത് വേണമെന്ന് ഈ പറയുന്ന ജാനിറ്റേഴ്സ് ക്ലോസറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോറേജ് റൂം അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? അപ്പൊ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലോസറ്റ് എന്നുള്ള ഒരു മീനിങ് അല്ലാട്ടോ അവിടെ വരുന്നത്. അത് ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്താണെന്ന് നിങ്ങൾ എഴുതണല്ലോ. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആ ഒരു മീനിങ് വ്യത്യാസമുണ്ട് കേട്ടോ. അത് സ്പെസിഫിക് ആയിട്ട് അവർ ഓൾറെഡി അത് പറഞ്ഞ ഒരു സ്മോൾ റൂമാണ്, ചെറിയ റൂമാണ് കേട്ടോ. അവിടെ ഇതിന് വേണ്ടിയിട്ട് അവരുടെ ആക്ടിവിറ്റീസ് അല്ലെ, അവരുടെ ഡെയിലി ക്ലീനിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വേണ്ടി വരില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓരോ ഫ്ലോറിലേക്കും ഉള്ളത് എന്തൊക്കെയാണോ വേണ്ടത് അത് സൂക്ഷിക്കാനായിട്ട് അവിടെ ഓൾറെഡി പറയുന്നുണ്ട്. ഹോസ്പിറ്റൽ വിത്ത് ഫ്ലോർ സിങ്കുകള് നമുക്ക് കഴുകി തുടച്ചൊക്കെ കളയാനായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള സിങ്കുകൾ വേണം. ആൻഡ് സ്പേസ് ആൻഡ് ഷെൽഫ്സ് ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് സാധനങ്ങൾ വെക്കാനായിട്ടുള്ള സ്ഥലവും ഷെൽഫുകൾ ഉണ്ടായിരിക്കും. ആൻഡ് കാർഡ്സ് എന്താ ചെറിയ ഇപ്പൊ നമ്മളെ വീടുകളിലൊക്കെ ആണെങ്കിലും നമ്മളെ മോപ്പുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വണ്ടികൾ ഉണ്ടാവില്ലേ, സാധനങ്ങളൊക്കെ തള്ളിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാർട്ടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വണ്ടികള്, ബക്കറ്റുകള്, സാധനങ്ങള്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഒരു ചെറിയ സ്റ്റോറേജ് റൂമിൽ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റൂമിനെയാണ് ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറയുന്നത്. അത് എല്ലാ നിലകളിലും ഈ ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയിട്ട് ഓരോ ഫ്ലോറിലും ഈ പറയുന്ന ഒരു റൂം ഉണ്ടായിരിക്കണം.
നോക്കി. ആസ് പാർട്ട് ഓഫ് ഡെയിലി റൊട്ടീൻ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് അവിടെ ഓൾറെഡി പറയുന്നുണ്ട്. ആസ് പാർട്ട് ഓഫ് ഡെയിലി റൊട്ടീൻ, നമ്മുടെ ദൈനംദിന എന്താണ് നമ്മുടെ ഡെയിലി റൊട്ടീൻസ് അല്ലെങ്കിൽ ദിനചര്യയുടെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെയല്ലേ ഇപ്പൊ എല്ലാ ദിവസവും അവിടെ ഓരോ ഫ്ലോറും അത് ക്ലീൻ ചെയ്യുന്നില്ലേ, എല്ലാ വാർഡുകളും റൂമുകളും ഒക്കെ അവർ ഓരോ ദിവസവും നമ്മുടെ അവിടെ വന്ന് ക്ലീൻ ചെയ്യാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ദൈനംദിന എന്താണ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് സപ്ലൈസ് ഫോർ ഡെയിലി യൂസ് ഇൻ ദ ഫ്ലോർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ്, ആ ഓരോ ഫ്ലോറിന്റെയും ഡിപ്പാർട്ട്മെന്റുകളുടെയും ദൈനംദിന ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഈ പറയുന്ന ക്ലോസറ്റുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു റൂമിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറേജ് ഏരിയയിൽ നിന്ന് ഇവർക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡെലിവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഓരോ നിലകളിലും ഈ പറയുന്ന ഒരു ജാനിറ്റേഴ്സ് ക്ലോസറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ആ ഒരു മീനിങ് എന്താന്നുള്ളത് മനസ്സിലായോ? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒരു റൂം വെച്ചിരിക്കുന്നത്? ഓക്കെ, അപ്പൊ നോക്കിയേ, ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? അവിടെ നമ്മൾ പറഞ്ഞിരുന്നു എന്താ, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം. അത് വളരെ ഈ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണ്ട സൗകര്യങ്ങളും സ്പേസുകളുമാണ് പറയുന്നത് കേട്ടോ. അതിൽ ഒരെണ്ണം പറഞ്ഞെന്താ, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം. രണ്ടാമതായി പറഞ്ഞത് ക്ലറിക്കൽ വർക്കുകൾ നടത്താനുള്ള ഒരു ഏരിയ വേണം. അതുപോലെ മൂന്നാമതായി നമ്മൾ പറഞ്ഞത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം. അതുപോലെ തന്നെ അവിടുത്തെ സൂപ്പർവൈസേഴ്സിനും ഒരു ഓഫീസ് വേണം. അപ്പൊ സൂപ്പർവൈസേഴ്സ് എപ്പോഴും നിൽക്കേണ്ട ഏറ്റവും അഭികാമ്യമായ ലൊക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ സൂപ്പർവൈസ് ചെയ്യേണ്ട കൃത്യമായ ഏരിയ എവിടെയാണോ അവിടെയാണ് സൂപ്പർവൈസേഴ്സ് ലൊക്കേഷൻ വരേണ്ടത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് റൂം വേണം. ഹൗസ് കീപ്പിംഗ് സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ഏരിയ വേണം. അതുപോലെ ഓരോ നിലകളിലും ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ജാനിറ്റേഴ്സ് ക്ലോസറ്റുകൾ സ്ഥാപിക്കണം. അതിനുള്ളിൽ എന്തൊക്കെ വേണ്ടി വരും? എക്യുപ്ഡ് വിത്ത് ഫ്ലോർ സിങ്കുകൾ വേണം. സ്പേസ് ആൻഡ് ഷെൽഫുകൾ, ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സുകൾ വെക്കാനുള്ള ഷെൽഫും സ്പേസുകളും വേണ്ടി വരും. കാർട്ടുകൾ, ചെറിയ ചെറിയ വണ്ടികള്, ബക്കറ്റുകള്, സാധനങ്ങൾ മുതലായവയൊക്കെ സൂക്ഷിക്കാനായിട്ട് ഇങ്ങനെ ഒരു ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറയുന്നത് ഓരോ ഫ്ലോറിലും ഉണ്ടായിരിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? ആസ് പാർട്ട് ഓഫ് ഡെയിലി റൊട്ടീൻസ്, ദൈനംദിന സാഹചര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് അവിടെയുള്ള ഫ്ലോറുകളിലും ഡിപ്പാർട്ട്മെന്റുകളിലും അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ദിവസേന അവർക്ക് അവിടെ ഉപയോഗിക്കാൻ ആവശ്യമായുള്ള സാധനങ്ങള് അവിടെ ഡെയിലി അവർക്ക് നേരിട്ട് ഈ പറയുന്ന ക്ലോസറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന റൂമുകളിൽ നിന്ന് ഡെലിവർ ചെയ്യാനായിട്ട് ഏറ്റവും സഹായകമാകുന്നതിന് വേണ്ടിയാണ് ഓരോ നിലകളിലും ഇങ്ങനെയുള്ള ജാനിറ്റേഴ്സ് ക്ലോസറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ആണ്. ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഫങ്ഷൻസ്, ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് അക്കൗണ്ടബിൾ ഫോർ വേരിയസ് ടാസ്ക്, അല്ലെ? ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടാസ്കുകൾ അല്ലെങ്കിൽ ഒരുപാട് ജോലികളുടെ ഉത്തരവാദിത്തം ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്, അല്ലെ? ഒരുപാട് ജോലികൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണുള്ളത്. എന്തൊക്കെയാണ് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഡെയിലി ക്ലീനിങ്. എന്താണ് ഡെയിലി ക്ലീനിങ് എന്ന് പറയുന്നത്? നമ്മുടെ വീടുകളിൽ നമ്മൾ എന്താണ് ക്ലീൻ ചെയ്യാറില്ലേ നമ്മുടെ വീടുകളിൽ? അപ്പൊ നമുക്കറിയാം കുറച്ച് ഏരിയ ഒക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യും, അല്ലെ? ചില ഏരിയ നമ്മൾ എങ്ങനെയാ ക്ലീൻ ചെയ്യാ? എല്ലാ ദിവസവും ക്ലീൻ ചെയ്യോ? ചില കാര്യങ്ങള് ഇല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആയിരിക്കും, അല്ലെ? നമ്മുടെ പീരിയോഡിക് ക്ലീനിങ് ആണ്. ആനുകാലികമായിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവധി ദിവസം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ ആയിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ മാറ്റി വെക്കുന്നുണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഈ പറയുന്ന ഹൗസ് കീപ്പിംഗുമായി വരുന്നുണ്ട്. ഓക്കെ, ഡെയിലി ക്ലീനിങ് എന്ന് പറയുമ്പോൾ എന്താ? ദൈനംദിന ക്ലീനിങ് അല്ലെങ്കിൽ ദിവസേന ചെയ്യുന്ന ക്ലീനിങ്ങുകളാണ്. എന്തൊക്കെയായിരിക്കും? ദിസ് കൺസിസ്റ്റ് ഓഫ് സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർസ്. കണ്ടിട്ടില്ലേ? എല്ലാ ദിവസവും അവർ എന്ത് ചെയ്യും? നമ്മുടെ തറകള് തൂത്തുവാരി എന്ത് ചെയ്യും? അടിച്ചു തൂത്തുവാരി വൃത്തിയാക്കി ഇടും, അല്ലെ? അതാണ് സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർസ് എന്ന് പറയുന്നത്, അല്ലെ? എല്ലാ ദിവസവും അവർ എന്ത് ചെയ്യുന്നുണ്ട്? അതെ, ടോയ്ലറ്റുകളും നമ്മുടെ റൂമുകള്, ഫ്ലോർ, നമ്മൾ എപ്പോഴും നടക്കുന്ന ഫ്ലോർ കാര്യങ്ങളൊക്കെ അവർ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? അടിച്ചു വാരി തൂത്ത് നല്ല വൃത്തിയാക്കി തുടച്ചിടുന്നുണ്ട്, അല്ലെ? അതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. ഡസ്റ്റിംഗ്, എന്താ? പൊടിപടലങ്ങളൊക്കെ എന്ത് ചെയ്യാം?
അല്ലെ? ഡസ്റ്റിംഗ് ഫർണിച്ചർ, പൊടിപടലങ്ങളൊക്കെ ഫർണിച്ചറുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഡെയിലി തട്ടിക്കളയാറുണ്ട് അല്ലെ? നമ്മുടെ വീടുകളിൽ ചെയ്യാറില്ലേ? നമ്മൾ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ തട്ടിക്കളയാറില്ലേ? അതെ. അതുപോലെ ക്ലീനിങ് ഫിക്സഡ് വാൾസ്, എന്താ? ഭിത്തികള്, നമ്മുടെ ഭിത്തിയൊക്കെ എന്തെങ്കിലും ഇപ്പൊ അവരുദ്ദേശിക്കുന്നത് ഫിക്സഡ് വാൾസ് ആണ്. ഇപ്പൊ ഗ്ലാസ് ഇട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഹോസ്പിറ്റലിൽ കൂടുതലും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ പിടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ കൈപ്പാടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യാറുണ്ട്? ഡെയിലി അത് തുടച്ച് വൃത്തിയാക്കി വെക്കാറുണ്ട്. ആ സീലിങ്ങുകള്, നമ്മുടെ സീലിംഗ് പോലെയുള്ള ഏരിയാസിലൊക്കെ പൊടികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കാറുണ്ട്. ആ വിൻഡോസ് ആൻഡ് ബാത്റൂംസ് അല്ലെ? ജനാലകള്, അതുപോലെ ബാത്റൂമുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഡെയിലി അല്ലെ? അതെ, പെട്ടെന്ന് ടച്ച് ചെയ്യുന്ന ഏരിയാസ് ഒക്കെ അവർ എന്ത് ചെയ്യും? ക്ലീൻ ചെയ്ത് വെക്കും അല്ലെ? അതൊക്കെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ എംപ്റ്റി ട്രാഷ് എന്ത് ചെയ്യും? ട്രാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ചവറ്റുകുട്ടകള് അല്ലെ? അതൊക്കെ എന്ത് ചെയ്യും? എംപ്റ്റി ചെയ്തിടും. അപ്പൊ അതിൽ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡെയിലി കൊണ്ടുപോയി കളഞ്ഞ് അത് എംപ്റ്റി ആക്കി വെക്കാറില്ലേ? ക്ലീൻ ചെയ്ത് ശൂന്യമാക്കി വെക്കാറില്ലേ? വേസ്റ്റ് ഒക്കെ കൊണ്ട് കളഞ്ഞിട്ട്. ആ ഡീഫ്രോസ്റ്റിംഗ്, റെഫ്രിജറേറ്റേഴ്സ്, പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും റെഫ്രിജറേറ്റേഴ്സ് ഉണ്ടാവും, മരുന്നുകളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അതെന്ത് ചെയ്യുന്നു? ഡീഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്നതാ. ഡീഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്നതാ എന്താണ്? നമ്മുടെ വീടുകളിലൊക്കെ ഫ്രിഡ്ജ് ചെയ്യാറില്ലേ? നിങ്ങൾ റെഫ്രിജറേറ്റർ ചെയ്യാറില്ലേ? ഡീഫ്രോസ്റ്റ് ചെയ്യാറുണ്ടോ? ഒരുപാട് ഐസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് ഐസ് കളയാറില്ലേ? മാറ്റിയിടാറില്ലേ? അത് തന്നെയാണ് ഡീഫ്രോസ്റ്റിംഗ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഐസ് വരാതിരിക്കാൻ വേണ്ടി ഡെയിലി അത് എന്ത് ചെയ്യുന്നു? ഐസ് വരുന്നത് മാറ്റുന്നു. നഴ്സിംഗ് സ്റ്റേഷൻസ്, നഴ്സിംഗ് സ്റ്റേഷനിൽ പറയുന്ന റെഫ്രിജറേറ്റേഴ്സ് ഡീഫ്രോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പൊ റൂമുകളിലാണെങ്കിലും വാർഡുകളിലാണെങ്കിലും ഈ പറയുന്ന നഴ്സിംഗ് സ്റ്റേഷൻസ് അങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളിലും പറയുന്ന ചവറുകളോ അല്ലെങ്കിൽ ചവറുകളൊക്കെ കൂടി ഒരുപാട് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് എന്ത് ചെയ്യുന്നു? ആ പറയുന്ന ട്രാഷ് അല്ലെങ്കിൽ ആ ഒരു ചവറ്റുകുട്ടകളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ബാത്റൂമുകള്, വിൻഡോസ്, ഏറ്റവും കൂടുതൽ നമ്മൾ തൊടുന്ന പ്രതലങ്ങള് മുതലായവ, ഫർണിച്ചറുകള് മുതലായ കാര്യങ്ങൾ, അതുപോലെ ഫ്ലോർ ഒക്കെ എല്ലാ ദിവസവും അടിച്ചു വാരി തുടച്ച് വളരെ വൃത്തിയായിട്ട് ഇടുന്നതൊക്കെയാണ് ഡെയിലി ക്ലീനിങ് എന്ന് പറയുന്നത്, ദിവസേനയുള്ള ക്ലീനിങ്. ഇനി പീരിയോഡിക് ക്ലീനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതൊക്കെ വരാം? ആനുകാലികമായിട്ട് നമ്മൾ ചെയ്യുന്ന ക്ലീനിങ്ങുകളാണ് പീരിയോഡിക് ക്ലീനിങ് എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ് വാഷിംഗ് വിൻഡോസ്, നമ്മുടെ വിൻഡോസ് അല്ലെങ്കിൽ ജനാലകളൊക്കെ മുഴുവനും കഴുകുന്നത് നമ്മൾ എപ്പോഴാ? നമ്മുടെ വീടുകളിലൊക്കെ ജനാലയൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ കഴുകുന്നത് മുഴുവനും നമ്മൾ അടിച്ച് തൂത്ത് കഴുകി വൃത്തിയാക്കുന്നത് എങ്ങനെയാ? അതെ. അപ്പൊ അതെങ്ങനെയാ? എല്ലാ സമയങ്ങളിലും ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമൊക്കെ അല്ലേ നമ്മൾ ചെയ്യാറ്? എല്ലാ ദിവസവും നമ്മൾ ചെയ്യില്ലല്ലോ, ഇല്ല അല്ലെ? അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെയും ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ആനുകാലികമായിട്ട് ശുചീകരണങ്ങളാണ് നടക്കാറ്. വാക്സിൻ ഫ്ലോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലും വാക്സിലിക്ക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് കൂടുതലും ഈ വാക്സിൻ ഫ്ലോർസ് വരുന്നത് ഈ വുഡ് ചെയ്തിട്ടുള്ള ഫ്ലോറുകളില്ലേ? അപ്പൊ അവിടെയൊക്കെ സ്റ്റെയിനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചും കൂടി വൃത്തിയാക്കി ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു? ട്രീറ്റ് ചെയ്യുന്നു. ആ ഫ്ലോർ ട്രീറ്റ് ചെയ്ത് അത് കുറച്ചും കൂടി ഷൈൻ ചെയ്യാനാക്കുന്നു. അതുപോലെ നമ്മുടെ ഫ്ലോറുകളും എന്ത് ചെയ്യാം? അതിനനുസരിച്ചുള്ള ലിക്വിഡ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നു? വൃത്തിയാക്കി ക്ലീൻ ചെയ്യുന്നുണ്ട്. ദെൻ ക്ലീനിങ് കാർപ്പറ്റ്സ്. കാർപ്പറ്റ്സ് ഒക്കെ എങ്ങനെയാ വീട്ടിൽ ക്ലീൻ ചെയ്യാറ്? എല്ലാ ദിവസവും ക്ലീൻ ചെയ്യോ? ഇല്ലല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്കല്ലേ അതെടുത്ത് ക്ലീൻ ചെയ്യുള്ളൂ. കൂടുതൽ എന്താണ് മോശമാവുന്ന സമയത്ത് എടുത്ത് ക്ലീൻ ചെയ്യും അല്ലെ? അതുപോലെ തന്നെ ഡസ്റ്റിംഗ് ഹൈ സീലിംഗ്, ഏറ്റവും ഉയരത്തില് ഒരുപാട് ഉയരത്തിലുള്ള ഇപ്പൊ ഫാന് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാറ്? ഒന്നില്ലെങ്കിൽ വീക്കിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൊടി വരുന്ന സമയം നോക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലെ? അത് ഉയരത്തിലുള്ള സീലിംഗുമായി ബന്ധപ്പെട്ടുള്ള പൊടിപടലങ്ങൾ നമ്മൾ ആനുകാലികമായിട്ടാണ് ഇതിലും ക്ലീൻ ചെയ്യുന്നത്. ആൻഡ് ചേഞ്ചിങ് ഡ്രേപ്പറീസ്. എന്താണ് ഡ്രേപ്പറീസ് എന്ന് പറഞ്ഞാൽ? തുണിത്തരങ്ങൾ മാറ്റുക. ഇപ്പൊ നമ്മുടെ കർട്ടനുകള് നമ്മുടെ വീടുകളിൽ ചെയ്യാറില്ലേ? കർട്ടനുകള് അതുപോലെയുള്ള തുണിത്തരങ്ങളൊക്കെ ഇടാണെങ്കിലും അത് നമ്മൾ എങ്ങനെയാ ചെയ്യാ? പീരിയോഡിക്കലി ക്ലീനിങ് ചെയ്യുക, ആനുകാലികമായിട്ട് ക്ലീൻ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഹൗസ് കീപ്പിംഗിലും പീരിയോഡിക് ക്ലീനിങ് വരുന്നത്. ക്ലിയർ ആണോ? ആ രണ്ടെണ്ണം, ഡെയിലി ക്ലീനിങ്ങും പീരിയോഡിക് ക്ലീനിങ്ങും. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. താങ്ക് യു.